നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവർ നമ്മൾ വോട്ട് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചിട്ടല്ല അവർ ഈ രാജ്യത്തെ സേവിക്കുന്നത്, നമ്മെ വോട്ടർമാരെ സേവിക്കുന്നത്. പക്ഷേ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു വാക്കുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം മന്ത്രിമാരില്ലല്ലോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാഞ്ഞിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം. മുസ്ലിം MP-മാരില്ലാത്തത് കൊണ്ടാണ് മുസ്ലിം മന്ത്രിമാരില്ലാത്തത് എന്ന് അദ്ദേഹം പറയുന്നു. മുസ്ലിം MP-മാരുണ്ടാവണമെങ്കിൽ മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യുകയും വേണം. അങ്ങനെ നടക്കാത്ത സ്ഥിതിക്ക് മുസ്ലിം മന്ത്രിമാർ BJP സർക്കാരിൽ ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത്, അദ്ദേഹവും മന്ത്രിയായിരുന്നു, ആരും വോട്ട് ചെയ്യാതെ, അഥവാ രാജ്യസഭാ MP ആയാണ് അദ്ദേഹം മന്ത്രിയായത് എന്നുകൂടി ഓർക്കുക. നിഷാദ്, രാജീവ് ചന്ദ്രശേഖർ വളരെ പച്ചയ്ക്ക്, അദ്ദേഹത്തിന് മലയാളം അത്ര വശമില്ലാത്തത് കൊണ്ടായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു, എങ്ങനെയാണ് പച്ചയ്ക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുക? എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ സത്യത്തിൽ BJPയുടെ പരിപാടി എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം BJPയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്താണ്? BJPയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ മന്ത്രിയെ വെക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി? മലപ്പുറത്ത് ഒരു അബ്ദുസലാം മത്സരിച്ച് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിൽ എവിടെയും മുസ്ലിങ്ങളെ ആ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല ഞങ്ങൾ എന്നതുകൂടിയാണ് നോർത്തിൽ അവർ സെല്ല് ചെയ്യുന്ന സംഗതി. മുസ്ലിങ്ങളെ നമ്മൾ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല, അവർക്ക് നമ്മൾ എവിടെയും ഒരു അക്കോമഡേഷൻ കൊടുക്കുന്നില്ല, അവരെ നമ്മൾ ലോക്സഭയിലേക്കും കൊണ്ടുവരുന്നില്ല, മന്ത്രിയുമാക്കാൻ പോകുന്നില്ല എന്ന പ്രഖ്യാപനത്തോടെയല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതിന് മുമ്പുള്ള 2019 പോയാലും എനിക്ക് തോന്നുന്നു 6 പേരെയാണ് ആകെ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ മത്സരിപ്പിച്ചത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് മുസ്ലിങ്ങളാകാൻ ഇങ്ങോട്ട് ഒഴുകി വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ ജയിപ്പിച്ച് അവരെ മന്ത്രിയാക്കാമെന്നാണ്. മുസ്ലിങ്ങൾ വരാൻ പാടില്ല. 2024 ഇലക്ഷനിൽ നരേന്ദ്രമോദി എന്താണ് പ്രസംഗിച്ചത്? നരേന്ദ്രമോദി പ്രസംഗിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ വിജയിപ്പിക്കുമെന്നാണ് അല്ലേ? ആ സ്വഭാവത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. നിങ്ങളതാ നുഴഞ്ഞുകയറ്റക്കാർ വരാൻ പോകുന്നു, അവർ താലിമാല അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു, പേടിക്കണം, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന തരത്തിലാണ് പ്രസംഗിച്ചത്. ഇപ്പോൾ ഹെയ്റ്റ് ലാബ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, ഹിന്ദുത്വ വാച്ച് എന്ന ഓർഗനൈസേഷൻ, അവരൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കണക്കെടുത്ത് നോക്കുക. ഹെയ്റ്റ് ലാബിൻ്റെ കണക്ക് പ്രകാരം, ഇന്ത്യ ഹെയ്റ്റ് ലാബിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വെറുപ്പ് പറഞ്ഞവരിലെ ഏറ്റവും പ്രധാനി ഇന്ത്യയുടെ ഭരണനായകനായിട്ടുള്ള മനുഷ്യനാണ്. അത് കഴിഞ്ഞ് താഴേക്കാണ് അമിത്ഷാ, യോഗി ആദിത്യനാഥ് പോലുള്ള ആൾക്കാരുടെ പേര് വരിക. ഈ വെറുപ്പ് എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാണ്. മുസ്ലിങ്ങളെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജീസാണ് എപ്പോഴും ഉണ്ടാക്കുക. എന്നിട്ട് മുസ്ലിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി. എവിടെ വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, എവിടെയാണ് സ്ഥാനാർത്ഥിയുള്ളത് എന്നുള്ള മൗലികമായ ചോദ്യമുള്ളൂ. എനിക്കൊന്നും അതൊന്നും അറിയാതെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തോ ഒരു മറുപടി പറയാമെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം പറയേണ്ടത് മുസ്ലിങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്താത്ത പാർട്ടിയാണ്, മുസ്ലിങ്ങൾ രാജ്യത്തിന് കുഴപ്പം പിടിച്ചവരാണ്, മുസ്ലിങ്ങളുടെ പിന്മുറക്കാർ മുഗളന്മാർ രാജ്യത്തെ തകർത്തവരാണ്, അവർക്കെതിരായിട്ടുള്ള ഭാരതീയ ദേശീയതയുടെ തിരിച്ചുവരവിനെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് എന്നൊക്കെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പണ്ട് മേനകാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ജോലി കൊടുക്കില്ല എന്ന്. കർണാടകയിൽ MLA പറഞ്ഞു, മുസ്ലിങ്ങളെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുള്ള സമീപനം എന്താണെന്ന സംഗതി കാണാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖർ പൊതുവെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ BJP പൊളിറ്റിക്സ് എങ്ങനെ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നേരിടുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ എവിടെ വോട്ട് ചെയ്യണമായിരുന്നു എന്ന് ആദ്യം ചിന്തിക്കുക. എൻ്റെ പാർട്ടി എന്തുമാത്രം മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നുണ്ടെന്ന് കാര്യം ആലോചിക്കുക. മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നില്ല. മുസ്ലിങ്ങൾ നികുതി കൊടുക്കുന്നവരാണല്ലോ ഇന്ത്യയിൽ, എല്ലാത്തിനും നികുതി കൊടുക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പക്ഷേ ഇവർ പാർലമെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ്. എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് തോന്നുന്നതാണ്, അദ്ദേഹം പാർട്ടിയുടെ ആശയ പരിപാടികളെ കുറച്ചുകൂടി മനസ്സിലാക്കുകയും മുസ്ലിങ്ങളെ അടുപ്പിക്കാത്ത പാർട്ടി എന്ന കാര്യം കൂടുതൽ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വേറെ തരത്തിലുള്ള വർഗീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്ലാസ്സിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തോന്നുന്നു. ഇത് അദ്ദേഹം ശരിയായിട്ട് വഴിയുള്ളൊരു ഒപ്പീനിയൻ അല്ല പറഞ്ഞിട്ടുള്ളത്. അടുത്തിടെ ഒരു വാർത്ത വന്നിരുന്നല്ലോ, ഈ മുസ്ലിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി BJP നേതാക്കൾ മുസ്ലിം വീടുകൾ സന്ദർശിക്കുമെന്ന്. മുസ്ലിം വീടുകൾ സന്ദർശിച്ചിട്ട് ഇതായിരിക്കും പറയാൻ പോകുന്നത്. അല്ല, ഇദ്ദേഹം പറഞ്ഞതിലുള്ള അതിനകത്ത് തന്നെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ. ഒന്ന് ഇപ്പോൾ നൗഫൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, എന്താണ് ഞങ്ങൾ മന്ത്രിയാക്കണമെങ്കിൽ മുസ്ലിങ്ങൾ MP-മാരെ വിജയിപ്പിക്കണ്ടേ. അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെങ്കിൽ അത് ശരിയല്ലല്ലോ. കാരണം അദ്ദേഹം ഏതും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടല്ല മന്ത്രിയായത്, രാജ്യസഭയിലൂടെയാണ്. BJP തന്നെയും അവരുടെ ഏറ്റവും അവസാനത്തെ കേന്ദ്രമന്ത്രി 2014 മിനിസ്ട്രിയിലെ ഇദ്ദേഹമാണ്, എന്താണ് മുഖ്താർ അബ്ബാസ് നഖ്വി ഏതെങ്കിലും പാർലമെൻറ്റ് ജനങ്ങൾ വിജയിപ്പിച്ചിട്ട് അല്ല അദ്ദേഹം പാർലമെൻറ്റിലെത്തുന്നത്, അവർ രാജ്യസഭയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് തന്നെ അവിടെ പുളിയാണ്. കാരണം ജനങ്ങൾ ജയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മന്ത്രിമാരാക്കും. ഇനിയിപ്പോൾ ജോർജ് കുര്യൻ അവിടെ മന്ത്രിയായിട്ടിരിക്കുന്നു. അത് ക്രിസ്ത്യാനികൾ ജയിപ്പിച്ചിട്ടാണോ ജോർജ് കുര്യൻ മന്ത്രിയായത്? അങ്ങനെയല്ല, പാർട്ടി എടുത്തൊരു തീരുമാനമാണ് ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് മന്ത്രിയാക്കുക എന്നുള്ളത്. അപ്പോൾ
ആ പോയിൻ്റ് അവിടെ നിലനിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഈ പോയിന്റിനെ എടുക്കാം, മുസ്ലിങ്ങൾ വിജയിപ്പിച്ചില്ല എന്നുള്ളതാണെങ്കിൽ, മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നാണെങ്കിൽ, ഒന്നാമത് വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്ഥാനാർത്ഥി അവർ നിർത്തി. 2014 7 സ്ഥാനാർത്ഥികൾ നിർത്തിയത്, 2019 6 സ്ഥാനാർത്ഥികൾ നിർത്തുന്നു, 2024 ഈ നമ്മുടെ സലാമിനെ മലപ്പുറത്ത് നിന്നു. മനസ്സിലാക്കണം, ഇന്ത്യയിൽ മൊത്തം 441 കാൻഡിഡേറ്റ്സാണ് BJPക്ക് ഉണ്ടായിരുന്നത് ലോക്സഭാ ഇലക്ഷനിൽ. ഈ 3 സമയത്ത് ജയിക്കുന്ന ഒരിടത്തും സീറ്റ് ഒരിടത്തുമില്ല. അപ്പോൾ ഈ 441 കാൻഡിഡേറ്റ്സിൽ ഒരാളാണ്, എന്താണ്, ദേശീയ റെക്കോർഡാണ് നമ്മുടെ സലാം. കാശ്മീരിൽ പോലും ഒരു മുസ്ലിമിനെ അവർ നിർത്തിയിട്ടില്ല. അപ്പം അതിപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞാൽ അത് അഭിമാനപൂർവ്വം യോഗി ആദിത്യനാഥൊക്കെ അത് കഴിഞ്ഞ ഉത്തർപ്രദേശ് അസംബ്ലി ഇലക്ഷനിൽ അങ്ങനെ തന്നെയായിരുന്നു, അഭിമാനപൂർവ്വം അത് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതെ അതെ, 80%, 20% യുദ്ധമാണ്, ഈ പോരാട്ടമാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പോൾ UP-യിൽ യോഗി ആദിത്യനാഥ് പറയുന്നത് പോലെ പറയാൻ രാജീവ് ചന്ദ്രശേഖറിന് ചില പ്രശ്നങ്ങളുണ്ടാകും. ഭാഷ വഴക്കത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് കേരളത്തിൽ അത് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പെർസെപ്ഷൻ, അത് ഒരു പ്രശ്നമാണ്. കേരളത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു പ്രശ്നം. കേരളത്തിൽ ആ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് വികസിത് കേരളം ആണല്ലോ, ഈ വികസിത് കേരളം അപകടം പൊളിറ്റിക്സ്. ഇത് ഇങ്ങനൊരു ഇതുമായിട്ട് നടക്കുമ്പോൾ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ആ ടൈപ്പ് ഗിരിരാജ് കിഷോർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ കേരളത്തിൽ പ്രസംഗിച്ചാൽ കേരളത്തിലെ പാർട്ടിയുടെ ഒരു സാധ്യതയെ ഇതിനെ ബാധിക്കും, അത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു അപ്രോച്ച് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സംഗതി എടുക്കുക, മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികൾ, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുക? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇദ്ദേഹത്തിനല്ല, ആർക്കും മനസ്സിലാവില്ല ആരാണ് വോട്ട് ചെയ്യുന്നത്, ആരാണ് വോട്ട് ചെയ്യാത്തത്. അപ്പോൾ ഒരു മുസ്ലിമും വോട്ട് ചെയ്യുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ കുറച്ച് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലേ ഞങ്ങളൊരാളെ മന്ത്രിയാക്കൂ എന്നാണ്. എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? എന്താണ്? ഇപ്പോൾ ഹിന്ദുക്കളായ ധാരാളം മന്ത്രിമാരുണ്ടല്ലോ, മുഴുവൻ ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മുഴുവൻ ഹിന്ദുക്കളും വോട്ട് ചെയ്യാൻ യാതൊരു വഴിയില്ലല്ലോ. കുറച്ചധികം ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആളുകൾ വോട്ട് ചെയ്താലാണ് ഒരാളെ മന്ത്രിയാക്കുക? ഇങ്ങനത്തെ കുറേ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇനി മുസ്ലിങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളവരെ മത്സരിപ്പിക്കുന്നില്ല, മന്ത്രിയാക്കുന്നില്ല എന്നാണ് ഒരു മുസ്ലിം ദേശീയ വൈസ് പ്രസിഡൻറ്റിനെ വെച്ച് എന്തിനാണ്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇദ്ദേഹത്തിന് അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ദേശീയ വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ അതിൻ്റെ ആവശ്യം? ലോജിക്കലി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഗതിയാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിലടിസ്ഥാനം ഇതാണ്, എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ 3 ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തതാണ് എന്നത് അടിസ്ഥാന വിചാരധാരയായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം 20 കോടി മുസ്ലിങ്ങൾ ഇവിടെ വസിക്കുന്നു എന്നാണ് ധാരണ. കൃത്യമായി നമുക്ക് സെൻസസ് ഡാറ്റ അവൈലബിൾ അല്ല. ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം അങ്ങനെ ഒരു രാജ്യത്ത് 20 കോടി മനുഷ്യരുള്ള 15% ആളുകളുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത്, അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ലോകത്തിന് മുമ്പിൽ നമ്മളെ ഷോക്കേസ് ചെയ്യുന്ന എന്താണ്? ബഹുസ്വര രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, BJP തന്നെ മുമ്പോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ സാത്ത്, ആ മുദ്രാവാക്യത്തോട് അത് ചെയ്യുന്ന നീതി എന്താണ്? ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? ലോകത്തോട് എങ്ങനെയാണ് ഇത് പറയുക എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യമാണോ മെജോറിറ്റേറിയനിസമാണോ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മൾ 80 versus 20 ആണ് ഇവിടെ ഈ പോരാട്ടം 80% 20% നമ്മളെ പോരാട്ടമാണ് എന്ന് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇത് ഡെമോക്രസി അല്ല, ഇതെന്താണ്, ഒരു മെജോറിറ്റേറിയൻ റിപ്പബ്ലിക്കാണ് എന്ന ബോധ്യത്തിലാണ്. അപ്പം മെജോറിറ്റേറിയനിസമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിലാണ് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു സാധ്യതയെ പരമാവധി മുസ്ലിം വെറുപ്പ് പുറത്തേക്ക് വിട്ട് അതങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നാണ് ശ്രമിക്കുന്നത്. അതതിൻ്റെ പരമാവധിയിൽ പ്രയോഗിച്ച തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്.
അപ്പോൾ അങ്ങനെ ബി ജെ പിക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ഇനി അങ്ങനെ അല്ലാതെ അവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിനയമായിരിക്കും, അതൊരു അഭിനയമായിരിക്കും. പക്ഷേ അതൊക്കെ അവസാനം വരുമ്പം ഇത് നമ്മളൊരു ഒറ്റപ്പെട്ട രാജ്യമല്ലല്ലോ, ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ, ഒരു അന്താരാഷ്ട്ര സമൂഹമുണ്ട്, ലോകമുണ്ട്. ലോകത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളില്ലേ, അതിൽ ഒരു രാജ്യത്തിൻ്റെ ശക്തി ആന്തരികമായുള്ള ശക്തി എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ് അളക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ഘടകങ്ങളിലൊന്ന് അവിടുത്തെ എന്താണ് പ്രാതിനിധ്യം, ഭരണകൂടത്തിൽ, അധികാരത്തിൽ, അവകാശങ്ങളിൽ ആ രാജ്യത്തെ എല്ലാവിധ ജനങ്ങൾക്കുമുള്ള പ്രാതിനിധ്യം എത്ര എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷാവകാശങ്ങൾ നിരന്തരമായി ധ്വംസിക്കപ്പെടുന്ന, ഭരണകൂടം തന്നെ വിവേചനത്തിൻ്റെ മാതൃകയായി നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല മാതൃകയല്ല. അപ്പോൾ തൽക്കാലം ഇവിടെ കുറച്ച് വോട്ടുകൾ നേടാൻ ഇത് സഹായിക്കുമായിരിക്കും. പക്ഷേ ഇവർ സൃഷ്ടിക്കുന്നത് എന്താണ്, ഇവർ ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 75 വർഷമായി, 75 വർഷം കഴിഞ്ഞു. നോക്കൂ, RSS രൂപീകരിക്കുന്നത് തന്നെ നമുക്കറിയാം ഒരു മുസ്ലിം അദറിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. 100 വർഷമായി RSS. ഈ 100 വർഷം കഴിയുമ്പോഴും RSS BJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ബ്രിഗേഡിന് മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ അവരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുക, ഈ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഇതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട്, ഒരു ഇൻറ്റേർണൽ ത്രെട്ടായിട്ട് അവർ കാണുന്നൊരു സംഗതിയാണ്. ഇക്കണ്ട കലാപങ്ങളൊക്കെ നടത്തിയിട്ടും ഈ നിലക്കുള്ള വിവേചനങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടും ഈ സമൂഹം ഇവിടെ തന്നെയുണ്ട്, ഒരു ജനസമൂഹമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു ചടുലമായൊരു സമൂഹമായിട്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പാർട്ടി വന്നിട്ട്, ഒരു സംഘടന വന്നിട്ട് അവർ വിവേചനങ്ങളുടെ ഒരു പ്രളയം അങ്ങ് സൃഷ്ടിച്ചതുകൊണ്ട്, വെറുപ്പിൻ്റെ ഒരു പ്രളയം അങ്ങ് സൃഷ്ടിച്ചതുകൊണ്ട് ഏതെങ്കിലും, അത് മുസ്ലിങ്ങളുടെ കാര്യം തന്നെ, ഒരു ജനസമൂഹത്തെയും ഇല്ലാതാക്കാൻ പറ്റില്ല, ഒരു ജനസമൂഹത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, അതിജീവനത്തിന് വേണ്ടിയുള്ള ചോദന എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാനുള്ള ചോദന എന്ന് പറയുന്നത് എല്ലാ ജനസമൂഹങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കുന്നുവോ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ, മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നുവോ, അതിനനുസരിച്ച് അവരിൽ അതിൻ്റെതായ ഉണർവുകളുണ്ടാകും, അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനൊരു സംഘർഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണമാകുന്നല്ലാതെ RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നില്ല. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞു പ്രസ്ഥാനത്തിന്, ഇപ്പോഴും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മുസ്ലിം ത്രെട്ടിനെ കുറിച്ചാണ്. അവിടെ നുഴഞ്ഞു കയറുന്നു, ഇവിടെ നുഴഞ്ഞു കയറുന്നു, പിന്നെ ലാൻഡ് ജിഹാദ്, ഡെമോഗ്രാഫിക് ജിഹാദ്, ഹലാൽ ജിഹാദ്, ലാബ് ജിഹാദ്, റിക്രൂട്ട്മെൻറ്റ് ജിഹാദ്, എല്ലായിടത്തും എന്തൊക്കെയോ ജിഹാദുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദു ഖത്തറേമേ 100 വർഷം ഈ പാർട്ടി, ഈ സംഭവം മൊത്തം ഇവിടെ പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും അവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹിന്ദു ഖത്തറേമേ. എന്നിട്ട് നമ്മളെ പല പത്രപ്രവർത്തകരും RSS ഒരു സക്സസ് മോഡൽ എന്ന് പറയുകയും ചെയ്യും. അതെങ്ങനെയാണ്? ഈ ഹിന്ദുക്കളെ മുഴുവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി 100 കൊല്ലം പണിയെടുത്തിട്ട് ഇപ്പോഴും അവർ ജനങ്ങളോട് പറയുന്നത് ഹിന്ദു ഖത്തറേമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിൽ സഹവർത്തിത്തോടു കൂടി ജീവിക്കുവാൻ, സഹകരണാത്മകമായി ജീവിക്കുവാൻ, ഒന്നിച്ച് വളരുവാൻ, അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനസമൂഹത്തെ നിരന്തരം മാറ്റി നിർത്തി അവഗണിച്ച് പോവുക എന്ന രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ചോദ്യം, അതുകൊണ്ട് ആ ജനസമൂഹം ഇല്ലാതാകുകയോ തകരുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനം, പ്രസ്ഥാനം ഭരണത്തിലുള്ള പ്രസ്ഥാനം, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ ജനങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. നികുതി കൊടുക്കുന്ന ജനങ്ങളോട് മാത്രമല്ല, നികുതി കൊടുക്കാൻ വയ്യാത്ത ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം, വാജ്പേയി മുമ്പ് പറഞ്ഞില്ലേ, രാജധർമ്മം എന്ന് പറയുന്ന സംഗതി, ആ രാജധർമ്മം എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ യോഗ്യരല്ല ഞങ്ങൾ എന്നാണ് മുസ്ലിങ്ങളെ ഭരണരംഗത്ത് നിന്ന് തടയുന്നതിലൂടെ BJP സ്വയം തെളിയിക്കുന്നത്.